ഫ്രീ ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ വീഡിയോ പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ, നൗൺ. നൗൺ ഈസ് എ നെയിമിംഗ് വേർഡ്. നാമത്തെ കുറിക്കുന്നതിനെ നൗൺ എന്ന് പറയുന്നു. 2. Pronoun. Pronoun replaces a noun. 3. Adjective. Adjective describes something. 4. Verb. Verb is an action or state. 5. Adverb. Adverb describes a verb. Number 6. Preposition. Preposition shows a relationship. 7. Conjunction. Conjunction joins words or clauses. The last one, interjection. Interjection express emotions. ഇനി നമുക്ക് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ നോക്കാം. നൗൺ എന്ന് പറയുന്നത് തിങ്, പേഴ്സൺ, അനിമൽ, പ്ലേസ്, ഐഡിയ ഇവയിലേതുമാകാം. ചെയർ, ടേബിൾ, പെൻ, എക്സെട്ര ഇതെല്ലാം തിങ് എക്സാമ്പിളാണ്. ഓരോ വ്യക്തിയുടെയും പേരുകൾ പേഴ്സൺ എന്ന ഗ്രൂപ്പിൽ പെടുന്നു. ഏതെങ്കിലും ഒരു സ്ഥലവും നൗണിൽ ഉൾപ്പെടുന്നു. ഹോപ്പ്, ലവ്, ഫ്രീഡം, എക്സെട്ര ഇതെല്ലാം ഐഡിയാസിൽ ഉൾപ്പെടുന്നവയാണ്. ദ സെക്കൻഡ് വൺ, പ്രോനൗൺ. ഐ, വി, ഷീ, ഹി, ദേ, ആസ്, ദം, എക്സെട്ര ഇവയെല്ലാം പ്രോനൗണിൽ ഉൾപ്പെടുന്നു. എക്സാമ്പിൾ, ആൻ മരിയ ഈസ് ബിസി, ഷീ വാണ്ട്സ് ടു ലീവ്. ഷീ പ്രോനൗണിൽ ഉൾപ്പെടുന്നു. നമ്പർ 3, adjective. Adjective describes, modifies or gives more information about a noun or pronoun. Cold, young, etc. are examples of adjective. My sister is intelligent. ഇതിൽ intelligent എന്നത് adjective ആകുന്നു. The fourth one, verb. It can show what someone or something is doing. എക്സാമ്പിൾ, ഐ സ്റ്റഡി ബുക്സ്, ഐ ഫീൽ സിക്സ്. ഇതിൽ സ്റ്റഡി ആൻഡ് ഫീൽ വെർബാകുന്നു. ഏതൊരു വെർബിനും പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. വെർബ് ഹാവ് ഡിഫറെൻറ്റ് ടെൻസസ് വിച്ച് ടെൽ ആസ് വെൻ ആൻ ആക്ഷൻ ഹാപ്പൻസ് ഓർ ഹാപ്പൻഡ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ പാസ്റ്റ് ടെൻസ്, I lived in Australia last year. In present tense, I live in India right now. In future tense, I will live in Italy next year. Number 5, adverb. Adverb modifies a verb, an adjective or another adverb. It tells how, often, where, when. ഒരു വെർബിനെ മോഡിഫൈ ചെയ്യാൻ ആഡ്വെർബ് ഉപയോഗിക്കുന്നു. ഹൗ, വെയർ, വെൻ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആഡ്വെർബ് സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, സ്ലോലി, വെരി, ഓൾവേസ്, വെൽ, ടു. ഐ ആം സ്പീക്കിംഗ് സ്ലോലി. സ്ലോലി ഈസ് ആൻ ആഡ്വെർബ്. നെക്സ്റ്റ്, ആഡ്വെർബ് യൂസസ് ഇൻ പ്ലേസ്, time or degree. The most common types of adverbs are adverbs of place, adverbs of time, adverbs of degree. Adverbs of place സൂചിപ്പിക്കുന്നത് ഹിയർ, ദെയർ, ഔട്ട്സൈഡ്, എബോവ് എന്നിങ്ങനെയാണ്. Adverbs of time yesterday, now and soon. Adverbs of degree very, really, to, so, quite, etc. Number 6, preposition. Preposition shows the relationship of a noun phrase or pronoun to another word. ഒരു നൗണിൻ്റെയോ നൗൺ ഫ്രേസിൻ്റെയോ പ്രോനൗണിൻ്റെയോ റിലേഷൻഷിപ്പ് സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, അറ്റ്, ഓൺ, ഇൻ, ഫ്രം, വിത്ത്, about, etc. The next one is conjunction. Conjunction means join words, ideas, phrases or clauses together and shows how they are connected.
വേർഡ്സിനെയോ ഐഡിയാസിനെയോ ഫ്രേസസിനെയോ ക്ലോസസിനെയോ ജോയിൻ ചെയ്യാൻ കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ആൻഡ്, ഓർ, ബട്ട്, ബിക്കോസ്, അൺടിൽ, ഇഫ്, etc. The last one is interjection. Interjection means a word used or phrase that express a strong feeling or emotion. It is a short exclamation. ഒരു വേർഡ് അതിൻ്റെ സ്ട്രോങ് ഫീലിങ്സിനെയോ ഇമോഷൻസിനെയോ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓ, ഹേ, വൗ, etc. In example, wow, I passed my exam. In some cases, determiners and articles യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിക്കിൾസ് എന്താണെന്ന് നോക്കാം. എ, ആൻ, ദി ഇതൊക്കെയാണ് ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുന്നത്. എ ഓർ ആൻ ഈസ് യൂസ്ഡ് ടു ടോക്ക് എബൌട്ട് എ നൗൺ ഇൻ ജനറൽ. ജനറലായി ഒരു നൗണിനെ ഉപയോഗിക്കാൻ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നു. ദ ഈസ് യൂസ്ഡ് ടു ടേക്ക് എബൌട്ട് എ സ്പെസിഫിക് നൗൺ. ഒരു പ്രത്യേക നൗൺ ഉപയോഗിക്കാൻ ദ യൂസ് ചെയ്യുന്നു. ഇൻ എക്സാമ്പിൾ, ഐ നീഡ് എ ബുക്ക്. എ ഈസ് ആൻ ആർട്ടിക്കിൾ. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡിറ്റർമിനർ. Determiner means a word or phrase that appears before a noun. A determiner helps us to identify things. It comes at the beginning of a noun phrase to point out the noun or nouns. ഒരു നൗണിന് മുന്നേ ആയിട്ട് വരുന്ന വാക്കുകളെയാണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത്. എ ഡിറ്റർമിനർ ഹെൽപ്സ് us to identify things. തിങ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായി ഡിറ്റർമിനർ ഉപയോഗിക്കുന്നു. ഇറ്റ് കംസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് എ നൗൺ ഫ്രേസ് ടു പോയിൻ്റ് ഔട്ട് ദ നൗൺ ഓർ നൗൺസ്. ഒരു നൗണിനെയോ അല്ലെങ്കിൽ ഒരുപാട് നൗൺസിനെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നൗണിന് ബിഗിനിങ് ആയി ഉപയോഗിക്കുന്നതിനെയാണ് ഡിറ്റർമിനർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. ഫ്യൂ ഈസ് ദ ഡിറ്റർമിനർ. And another example is, my sister is a dancer. My is a specific determiner and a is a general determiner. ഇനി നമുക്ക് സ്പെസിഫിക് ഡിറ്റർമിനറും ജനറൽ ഡിറ്റർമിനറും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. സ്പെസിഫിക് ഡിറ്റർമിനേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദി, മൈ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, അവർ, their, whose, one's, this, that, these, those, which. These are specific determiners. In general determiners, a, an, any, another, other, what, some, many, more, most, a little, less, least, a few, fewer, fewest, each, every, either, neither, whatever, whichever, all, both, half, one, two, and so on. In short, when refer to someone or something in general, use a general determiner. ജനറലായി ചിലതിനെയോ ചിലരെയോ സൂചിപ്പിക്കാനായി ജനറൽ ഡിറ്റർമിനർ ഉപയോഗിക്കുന്നു. Words that act as a determiners belong to different parts of speech. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.